ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം നിരവധി വിവാദങ്ങളാണ് ആ ഒരു സിനിമ സൃഷ്ടിച്ചത്. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഈ സംഘപരിവാർക്കാരെയൊക്കെ നല്ല രീതിയിൽ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആ ഒരു പിക്ചർ ഇറങ്ങിയത് തന്നെ. ഒരു പക്ഷത്ത് പറയുന്നു ഇവരുടെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം, അതായത് മോഹൻലാലിൻ്റെയും ഈ പൃഥ്വിരാജിൻ്റെയൊക്കെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു മെയിൻ ഘടകം. എന്നാൽ അതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. സിനിമയെ സിനിമ പോലെ കാണണമെന്ന് എനിക്ക് കുറേ പേര് കമൻ്റ് ഇട്ടിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സാത്താൻ സേവയാണ്. അതായത് ഇലുമിനാറ്റികളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ പടങ്ങളും അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ പടങ്ങളും. ഇതുമൂലം ഈ പറയുന്ന പുതുതലമുറകളിലേക്ക് ഈ ഒരു കാര്യം ഇൻജക്റ്റ് ചെയ്യുവാണ്. അതായത് സാത്താനെയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് പലരും വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞത്, ഇത് നീ സിനിമ പോലെ കണ്ടാൽ പോരെ, നീ എന്തിനാണ് ഇത് പറയുന്നത്, എന്തിനാണ് ദൈവം സാത്താനെ സൃഷ്ടിച്ചത്, ഈ ദൈവത്തിന് അറിയത്തില്ലയോ, ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്. സിനിമയെ സിനിമ പോലെ കാണുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെങ്കിൽ സിനിമയ്ക്കകത്ത് ഉള്ള പല കാര്യങ്ങളും പലർക്കും അത് ഇൻഫ്ലുവൻസ് ആകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാകും, ചിലതൊക്കെ ആകുമെന്ന് പറഞ്ഞുകൊണ്ടല്ലയോ ഈ പറയുന്ന അഫാൻ 5 പേരെ കൊന്നപ്പോൾ അത് മാർക്കോ സിനിമ കണ്ടിട്ടാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് വന്നിരുന്നത്. എന്നാൽ ഈ ഒരു സിനിമയിൽ ഈ പറയുന്ന സാത്താനെ മുൻനിർത്തി കാണിക്കുമ്പോൾ ഇതൊരു മതത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. ഒരു മതഗ്രന്ഥത്തെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന സാത്താനെ പുകഴ്ത്തി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന സിനിമയുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അത് നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ്? ഈ രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ടാണ് അല്ലേ? ഇവിടെ 17 ഭാഗങ്ങൾ കട്ട് ചെയ്തതിനു ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ വ്യാഴാഴ്ച ഒന്നുകൂടെ തിയേറ്ററിൽ ഇറക്കുന്നു എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ അത് കട്ട് ചെയ്യുകയായിരിക്കാം. എന്നാൽ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോടെ നിങ്ങൾ കട്ട് ചെയ്യുമോ? കട്ട് ചെയ്യത്തില്ലല്ലോ, അത് നിങ്ങൾ ചെയ്യത്തില്ല. ഇവിടെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ പേടിച്ചുകൊണ്ട് അവിടെ മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് ഇത് വെളിയിൽ വിടും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സിനിമ കട്ട് ചെയ്തതിനു ശേഷം വ്യാഴാഴ്ച തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ നിങ്ങൾ എന്താണ് കട്ട് ചെയ്തേക്കുന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഒരു പയ്യൻ സാത്താൻ സേവയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് അവൻ്റെ അച്ഛനെ കൊന്നത്. അപ്പോൾ ഈ ഒരു സാത്താൻ സേവ എന്ന് പറയുന്ന ഒരു സംഭവം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു കാലങ്ങളിൽ വരുന്ന എല്ലാ സിനിമകളിലും ഇവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവരെയാണ്. ഇവരെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഈ ഓരോ നടന്മാരും അതോടൊപ്പം തന്നെ സംവിധായകരും എല്ലാവരും മാറിയിരിക്കുകയാണ്. ഒന്നെങ്കിൽ ഈ പറയുന്നവന്മാരുടെ ചിഹ്നങ്ങൾ, അല്ലെങ്കിൽ ഇവന്മാരുടെ എന്തെങ്കിലും സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇവന്മാരെ തന്നെ പ്രൊമോട്ട് ചെയ്ത് കാണിച്ചാൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഇവരുടെ ഒരു അന്ധമായുള്ള വിശ്വാസം മൂലമാണ് ഇവന്മാർ ഇങ്ങനെ ഓരോ പടങ്ങൾ ഇറക്കുന്നത്. അത് വിജയിക്കുമോ വിജയിക്കത്തില്ലയോ ഒന്നും ഇവർ നോക്കണ്ട. ഇവർ പടം ഇറക്കിക്കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും ദൈവത്തെ താറടിച്ച് കാണിക്കണം, ദൈവത്തെ അധിക്ഷേപിക്കണം എന്നതാണ് ഇവന്മാരുടെ മുഖ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെ. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരു കാലങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സിനിമ പൃഥ്വിരാജിന്റെ സിനിമകളെ നിങ്ങൾ എടുത്തു നോക്കൂ, അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ ഫിലിമുകൾ എടുത്തു നോക്കൂ, അങ്ങനെ പല സിനിമകളും നിങ്ങൾ എടുത്തു നോക്കൂ. ഇവർ ഇതിൻ്റെയൊക്കെ ഒരു ഏജന്റാണ്, അത് കൃത്യമാണ്. ഇപ്പോഴിതാ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. അതായത് ഈ സംഭവിച്ചതിനൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ മാപ്പ് പറയുന്ന സമയത്ത് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, എന്താണ്, ഈ മോഹൻലാൽ ഈ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചു നോക്കാതെ ചെയ്തിരിക്കുന്നത്. ആരെ പൊട്ടൻ കളിപ്പിക്കുകയാണ്? മോഹൻലാലിന് എന്തുവാ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചു നോക്കാതാണോ സിനിമ എടുക്കുന്നത്? അപ്പോൾ ഈ പറയുന്ന അത് പറഞ്ഞത് ആരാന്നറിയാമോ? ഈ നമ്മുടെ മേജർ രവിയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചു നോക്കാതെയാണോ മോഹൻലാൽ ഓരോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഓരോ സിനിമ അവർ ചെയ്യുന്നത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. എന്തായാലും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയിലെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിയുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി എഴുതിയത്.
പുള്ളി ഇതിന് തൊട്ട് മുകളിൽ പറഞ്ഞു കേട്ടോ, ഞാൻ ഇതുവരെ ആയിട്ടും ഇങ്ങനെ ഒരു മനോവിഷമം ഉണ്ടാക്കുന്ന ഒന്നും പുള്ളി ചെയ്തിട്ടില്ലെന്ന്. പുള്ളി ലൂസിഫർ ചെയ്തത് എന്തായിരുന്നു? അതെന്തായിരുന്നു? അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാർ പല പടത്തിലും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ബൈബിൾ വചനങ്ങൾ എടുത്തുകൊണ്ട്, അതൊരു മതത്തിൻ്റെ ബൈബിൾ ഗ്രന്ഥമാണ്, അതെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്ത് അത് പോരാഞ്ഞിട്ട് ഈ സാത്താനെ എന്തോ വലിയവനാണെന്നും സാത്താനാണ് ഇനി ഗോഡ്സ് ഓൺ കൺട്രിയുടെ അങ്ങ് മുകളിലിരിക്കുന്നവനെന്നും പറഞ്ഞുകൊണ്ടാണ് അത് ആ പടം അവസാനിപ്പിക്കുന്നത് തന്നെ. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ പടത്തിലും ഇത് തന്നെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ബഹളമായിട്ട് എത്തിയപ്പോൾ, അങ്ങ് എയറിൽ കയറിയപ്പോൾ അതിൽ നിന്ന് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു. അത് ഏത് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു? ഈ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് കളയുന്നു. അല്ലാതെ ഇവന്മാരെ കുറിച്ച്, ഈ പറഞ്ഞ സാത്താനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും കട്ട് ചെയ്ത് കളയത്തില്ല. ഒരു ഫിലിമിൽ എങ്ങനെയാണോ വയലൻസിനെ ചിത്രീകരിച്ച് അത് ജനങ്ങൾക്ക് ദോഷകരമാക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ദോഷകരമാണ് ഇവന്മാരെ ഈ പറയുന്ന സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആണ്. അത് ഈ കേമന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. ഇതിലൊക്കെ വീണു പോകുന്നത് ഈ പുതുതലമുറ തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് സാമാന്യ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചിന്തിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു എമ്പുരാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, അതായത് പ്രേക്ഷകരോട്. അതൊക്കെ ഈ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. അതെല്ലാം ഈ ഒരു പടത്തിൻ്റെ വേറൊരു വെർഷനാണ്. അത് ആ വെർഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പോകുന്ന ഈ ഒരു വെർഷനിലേക്കാണ്. അതായത് ദൈവത്തിൻ്റെ വചനങ്ങൾ എടുത്തിട്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം. ഞാനൊരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, അച്ഛന്മാരും പ്രതികരിക്കുന്നില്ല, ആർക്കും ഇതിന് സമയമില്ലെന്ന്. പക്ഷെങ്കിൽ പല അച്ഛന്മാർ പ്രതികരിക്കുന്നുണ്ട് എന്ന് എന്നോട് പലരും മെസ്സേജ് ഇട്ട് പറഞ്ഞു. ഞാനും പലതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രതികരിച്ച അച്ഛന്മാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു സിനിമയിലൂടെ ഇങ്ങനെ പറയുന്ന ഈ സാത്താനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ഈ പുതുതലമുറയ്ക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ബഹളം ഉണ്ടാക്കിയപ്പോൾ ആ സീൻ മാത്രം കട്ട് ചെയ്തുകൊണ്ട് മറ്റേ സീൻ അങ്ങനെ തന്നെ വെച്ച് കൊണ്ടുപോകുന്ന ആ കാര്യമുണ്ടല്ലോ, അത് നല്ല കാര്യമൊന്നുമല്ല. ഇവിടെ മോഹൻലാൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയല്ലേ? ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. ആരുടെ കടമ? മോഹൻലാലിൻ്റെ കടമയാണെന്ന് പുള്ളി പറയുന്നു. പുള്ളി ലൂസിഫർ ചെയ്ത സമയത്ത് ബൈബിൾ വചനങ്ങൾ എടുത്ത് പുള്ളിക്കാരൻ ഈ പറയുന്ന സാത്താനെ പ്രൊമോട്ട് ചെയ്ത സമയത്ത് പുള്ളിക്കാരന് ഒരു ഓർമ്മയില്ലായിരുന്നു. ഇപ്പൊ എമ്പുരാൻ വന്നപ്പോഴും പുള്ളിക്കാരന് അതിനെക്കുറിച്ച് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളി പറയുന്ന പുള്ളിക്കാരന്റെ കടമയാണ്. അതെന്താണ് ഈ കടമ? ഇങ്ങനെ കടമയുള്ള വ്യക്തിയാണെങ്കിൽ അത് ചെയ്യാതിരിക്കണം, ഇല്ലേ? അതിൽ വേണ്ടത്. ഞാൻ മോഹൻലാലിന്റെ നല്ലൊരു ആരാധകനായിരുന്നു. എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? സത്യം പറയാമല്ലോ, എന്നെ പലരും കാണുമ്പോൾ പലരും എന്നോട് പറയാറുള്ളത് മോഹൻലാലിന്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് പറയും, മോഹൻലാലിൻ്റെ സൗണ്ട് പോലെയാണെന്ന് പറയും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത് മോഹൻലാലിൻ്റെ സൗണ്ടാണ്. അതോടൊപ്പം തന്നെ ഞാൻ നടക്കുമ്പോഴൊക്കെ ഒരു മോഹൻലാലിൻ്റെ ആ ഒരു രീതിക്കൊക്കെയാണ് വരാറുള്ളത്. എല്ലാം നോക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഈ മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ എനിക്ക് വലിയ ത്രില്ല് തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഈ സാത്താനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇപ്പോൾ പൃഥ്വിരാജും ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ നടന്മാരും ആ ഒരു ലെവലിലേക്ക് വരികയാണ്. ഇതുമൂലം സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷം വലുത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം മസ്റ്റായി കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.